ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനൂസ് കിച്ചൺ. നമ്മൾ അടിപൊളി ഒരു മാങ്ങാച്ചാറിന്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇതിലൂടെ തന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ നേരത്തെ ഒരു ഷോർട്ടിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് മാങ്ങ ഇവിടെ അരിഞ്ഞ് നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കിലോ മാങ്ങോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 1 മണിക്കൂറെങ്കിലും ഉപ്പിട്ട് വെക്കുക. അതിനുശേഷം നമുക്കൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം എളുപ്പമാണ്, നമ്മൾ പെട്ടെന്നാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനായിട്ട് നമുക്ക് നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. നിങ്ങൾ കുറെ നാൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം കുറച്ച് കടുകിട്ട് നമുക്ക് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനാണ് ബാക്കി നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഒരു 10-15 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടായിരുന്നു നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് പച്ചമണം ഒക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഇപ്പം അത് ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത്. ഇതൊന്ന് നന്നായിട്ട് അതിന്റെ പച്ചമണമൊക്കെ മാറിയതിനു ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയുടെ ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു ഇത് ലോ ഫ്ലെയിമിലിട്ട് അതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമുക്ക് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാധാ നമ്മുടെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് എരിവ് നിങ്ങളുടെ നോക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സീക്രട്ട് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയന്റ്. അപ്പൊ ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉപ്പ് നമ്മൾ ഓൾറെഡി നമ്മളുടെ ആ ഒരു മാങ്ങയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന്റെ പച്ചമണം ഒക്കെ മാറിയതിനു ശേഷം മാത്രമേ മാങ്ങ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്ത് നമ്മുടെ ഈ ഒരു മാങ്ങാച്ചാർ കഴിക്കുമ്പോൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇപ്പൊ ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചതും കൂടി അതിലേക്ക് തട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിടും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മാങ്ങ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ നമ്മൾ അച്ചാറിട്ട് ഉടനെ കഴിക്കുന്നതിലും കുറച്ച് ടൈം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് ഇതിൽ ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങളിത് ഉപ്പിട്ട് വെക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല. 2 ദിവസം കഴിയുമ്പോഴത്തേനും മാങ്ങാച്ചാർ നല്ല സെറ്റായി കിട്ടും. അപ്പം നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുക്കുമ്പോൾ നമുക്ക് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മാങ്ങാച്ചാർ ഒരു ബൗളിലേക്ക് തട്ടി കൊടുക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റെസിപ്പി. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറിന്റെ റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ bye.